അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ പറയാ, ഇന്ന് നമ്മളൊരു മിൽക്ക് ഷേക്ക്, അതായത് ഷാർജ ഷേക്ക് എന്നാണ് പറയാം, മിൽക്ക് ഷേക്ക് എന്ന് പറയാം, അങ്ങനെ എന്ത് വേണേ പറയാം, ഷേക്ക് ഉണ്ടാക്കും. അതിനകത്ത് ചില പ്രത്യേക സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടും. അപ്പോഴേ നമ്മുടെ ഷാർജ ഷേക്കിന്റെ പരിപാടി നമുക്ക് കൊണ്ട് തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. നമ്മളിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഹോർലിക്സ്, നമ്മൾ സാഷ പാക്കറ്റാണ് മേടിച്ചത്, അതിൻ്റെ ആവശ്യമുള്ളൂ. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഇടാം. ഒരു ഗുമ്പിൽ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഒരു രുചിയുടെ ഒക്കെ ഇഷ്ടം അനുസരിച്ചിട്ടൊക്കെ ചെയ്യാൻ. ഇതൊന്നും ഇത്ര പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കാര്യത്തിൽ. അപ്പം ഇത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, ആ ചോക്ലേറ്റ് നമ്മൾ നല്ല ചൂട് പാലിൻ്റെ അകത്ത് അലിയിച്ചെടുത്ത. ഇത് നമുക്ക് പിള്ളേർക്ക് മുട്ടായിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പം നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ഒക്കെ ഒരു പൂരിരിക്കും. അപ്പം അത് നമ്മൾ 2 സ്പൂൺ ഇട്ട് കൊടുത്ത്. അപ്പം നമ്മൾ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ചെറിയ പഴം. അത് ഞാലിപ്പൂവനോ മറ്റേ പുളിപ്പുള്ള പഴം ഇടാതിരിക്കാനല്ല, കാരണം നമ്മൾ പാലല്ലേ ഉപയോഗിക്കുന്നത്. ഇത് ഞാലിപ്പൂവനല്ല, ഇത് വേറെ സാധനമാണ്. ഇത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇത്തിരി പഴമാണ്. ഈ പഴം ഇവിടെ കിട്ടുന്നോണ്ട് ഇതിന്റെ മലയാളം പേര് നമുക്ക് അറിയത്തില്ല. പക്ഷെ നല്ല മധുരമൊക്കെ ഉള്ള പഴം, മധുരമുള്ള പഴം. ഈ നമ്മുടെ പൂവമ്പഴത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ. പുളിയില്ല, പുളിയൊന്നുമില്ല, നല്ല മധുരമാണ്. അപ്പൊ അതും നമ്മള് ഇട്ടുകൊടുത്തു. 2 പഴം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പാല് എടുത്തിട്ടുണ്ട്. നമ്മൾ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കട്ടയാക്കി തണുപ്പിച്ചിട്ട് ഫ്രീസ് ചെയ്തെടുത്തതാണ്. അപ്പൊ അത് നമുക്ക് ഇട്ടുകൊടുക്കാം. ഇപ്പൊ നമ്മളൊരു 1/4 ലിറ്ററോളം പാലേ എടുക്കുന്നുള്ളേ. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്, നമ്മളിപ്പോ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം. അപ്പൊ നല്ലതായിട്ട് കട്ടയായിട്ട്. അതെ, നമ്മൾ സാധാരണ പാല് പാക്കറ്റോടെ തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചല്ലേ എടുക്കുന്നത്. നമ്മള് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമ്മള് പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോ എന്തിനാ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്. കാരണം നമ്മൾ തിളപ്പിച്ചിട്ടാണ് നമ്മള് എടുത്തിരിക്കുക. അപ്പൊ അത് ഗ്ലാസിന്റെ അകത്താണ് നമ്മൾ വെച്ചത്. അതെ, എടുക്കാനുള്ള എളുപ്പത്തിന് ഗ്ലാസ് വെച്ചു. പക്ഷെ ഇപ്പൊ അതിന്റെ അകത്തുനിന്ന് ഇളകി വരുന്നത്. എന്തായാലും ഞാനിത് ഇളക്കി എടുക്കട്ടെ. അപ്പൊ നമ്മുടെ പാലൈസ് അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ് അല്ലേ? അതന്നെ, അതെല്ലാം കുത്തിപ്പൊട്ടിച്ച് നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജാറിന്റെ അകത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മിക്സിയിലിട്ടത് നമുക്ക് എല്ലാം കൂടെ നല്ലതായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ അടിച്ചെടുക്കട്ടെ. അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഗ്ലാസ് നമ്മളുണ്ടല്ലോ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം അതിൽ കുറച്ച് ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് സാധനമൊക്കെ അവിടെ ഇവിടെയൊക്കെ തേച്ച് ചെറിയ ഡിസൈനൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല കളറൊക്കെ, നല്ല കളറുണ്ട് കേട്ടോ. അടിപൊളി, നല്ല ചോക്ലേറ്റ് ഷേക്കിന്റെ ഒരു കളറ്. അപ്പൊ നമുക്ക് ഇതിന് ടേസ്റ്റ് ചെയ്യാം. അതെ, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നമുക്കറിയണ്ടേ. അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴേ നമ്മുടെ ഷേക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ രുചി എന്താണെന്നൊന്ന് രുചിച്ച് എന്തായാലും കണ്ടിട്ട് അടിപൊളി ടേസ്റ്റ്. അതെ, കണ്ടിട്ട് ടേസ്റ്റ് ആണ്. കണ്ടിട്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ഫ്ലേവറിന്റെ മണം വരുന്നുണ്ട്. ചോക്ലേറ്റിന്റെ ആ മണം അല്ലേ. അടിപൊളി, എന്തായാലും പേടിപ്പിച്ചെങ്കിലും ടേസ്റ്റ് സൂപ്പർ ആട്ടോ. ഒത്തിരി മധുരം ഇല്ല. ഒത്തിരി മധുരം ഇല്ല. നമ്മുടെ മറ്റേ പഴമില്ലേ, അതിന്റെ ആ ഒരു ടേസ്റ്റും, പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ ചോക്ലേറ്റിന്റെ ടേസ്റ്റ്, ഹോർലിക്സിന്റെ ടേസ്റ്റ്, പാലിന്റെ. അപ്പൊ ഒന്നും കൂടുതലും ഇല്ല, ഒന്നും കുറവില്ല. അടിപൊളി. പഴം അധികം പുളിയില്ലാത്ത ഏത് പഴം വേണമെങ്കിലും ഉപയോഗിച്ച് ഞാനിപ്പോ പഴം കിട്ടണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കദളിപ്പഴമാണെങ്കിലും കൊള്ളാം. അപ്പൊ ഏതാണേലും മറ്റേ പുളിയില്ലാത്ത പഴം. അപ്പൊ എല്ലാരും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ടൊന്ന്
അതിൻ്റെ ആ ഗുണങ്ങളും അഭിപ്രായവും ഒക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുക. പിന്നെ അതുകൂടാതെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം സാധനമൊക്കെ ഒന്ന് ഓണാക്കിയൊക്കെ വെച്ച് എല്ലാവരും ഒന്ന് കയറി വാ, നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു കിടിലൻ റെസിപ്പിയായിട്ട് നാളെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടിപൊളി ഷാർജ ഷേക്ക്. ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.